നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്നൊക്കെ വിശേഷിപ്പിച്ചാൽ ഒതുങ്ങില്ല. അതിനേക്കാളേറെ നടുക്കുന്ന, ചങ്കിടിപ്പിക്കുന്ന, ഒടുവിൽ ആശ്വാസം നൽകുന്ന ഒരു വീഡിയോ, ഒരു വാർത്തയാണ് ഇപ്പോൾ രാവിലെ മുതൽ പുറത്തു വരുന്നത്. ഒരു പ്രൈവറ്റ് ബസ്സിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു അപൂർവ അത്ഭുതകരമായ രക്ഷപ്പെടൽ ഒരു വാർത്തയിലേക്കാണ്. സംഭവം ഉണ്ടായിരിക്കുന്നത് കോഴിക്കോടാണ്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, റോഡരികിൽ നിർത്തിയിട്ട് ആ ഓട്ടോറിക്ഷയിൽ നിന്ന് കുഞ്ഞിറങ്ങി ഓടുകയായിരുന്നു. ആ ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്ത് വരികയായിരുന്നു മറ്റൊരു പ്രൈവറ്റ് ബസ്. ആ ബസ് കുഞ്ഞിനെ കണ്ട് ഒതുക്കിയത് കൊണ്ട് മാത്രം പിഞ്ചു കുഞ്ഞ് രക്ഷപ്പെട്ടു. മാത്രമല്ല, എതിരെ വാഹനങ്ങളൊന്നും വന്നില്ല. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിപ്പോയി. ബസ് ബ്രേക്ക് ഇട്ടത് കൊണ്ട് തന്നെ ബസ്സിലുള്ള യാത്രക്കാർക്കും വലിയ രീതിയിലുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല. അത്തരത്തിൽ വളരെ അത്ഭുതകരമായ രക്ഷപ്പെടൽ. കുഞ്ഞിന് മാത്രമല്ല, ആ ബസ്സിൽ ഉണ്ടായിരുന്നവരും ഇപ്പോൾ എതിരെ വാഹനം വന്നിരുന്ന അതും വലിയൊരു അപകടത്തിൽപ്പെട്ടേനെ. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് കൊടിയത്തൂരിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ബസ്സിന് മുന്നിലേക്ക് ഓടിയ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടി വരും, നമ്മൾ ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ അടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയേണ്ടി ഒരു ബസ് ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിലേക്ക് നയിക്കപ്പെട്ടതെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ അത് നിസ്സംശയം പറയാവുന്നതാണ്. ഒരു മനസാന്നിധ്യത്തോടെ ആ ഡ്രൈവർ ആ ഒരു സാഹചര്യം കൈകാര്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് രക്ഷപ്പെട്ടതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കുട്ടി റോഡ് മുറിച്ച് കടക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ഈ സമയത്ത് ബസ് പുറകിൽ നിന്ന് വരികയായിരുന്നു. റോഡിൻ്റെ സമീപത്തായി ഒരു ഓട്ടോറിക്ഷയും 2 2 വീലറുകളും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടി ഓടി വരുന്നത് കണ്ട് ബസ് ഡ്രൈവർ പെട്ടെന്ന് ബസ് നിർത്തി. അതായത് നിർത്തുക മീൻസ് വളച്ച് നിർത്തുകയായിരുന്നു. കുഞ്ഞിനെ ഇടിപ്പിക്കാത്ത രീതിയിൽ വളച്ച് നിർത്തുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് കുഞ്ഞ് ആ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കുഞ്ഞ് ബസ്സിനടുത്തെത്തിയപ്പോഴാണ് കണ്ടതെന്നാണ് ഡ്രൈവർ ഷനോജ് മാധ്യമങ്ങളോട് പിന്നീട് പ്രതികരിച്ചത്. പെട്ടെന്ന് വെട്ടിച്ചത് കാരണം രക്ഷപ്പെട്ടു. കുട്ടി ബസ്സിന് അടിയിലേക്ക് വീണു എന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ പിന്നീട് ഇറങ്ങി നോക്കിയപ്പോഴാണ് കുട്ടി സുരക്ഷിതയാണ്, അല്ലെങ്കിൽ കുട്ടി ഈ ബസ് വെട്ടിച്ചപ്പോൾ തന്നെ കുട്ടി മാറി എന്ന്, കുട്ടി അപകടത്തിൽ പെട്ടില്ല എന്ന വിവരം അറിയുന്നത്. സംഭവശേഷം ബസ് നിർത്തി മറ്റൊരു ഡ്രൈവറെ ഏൽപ്പിച്ചുവെന്നും 2 ദിവസം ബസ് ഓടിക്കാൻ പറ്റിയില്ല എന്നും രക്ഷിതാക്കൾക്ക് ഒരു മുന്നറിയിപ്പാണ് ഇതെന്നും ഈ ഒരു കാര്യമെന്നും ഷനോജ് കൂട്ടിച്ചേർത്തു. 2 ദിവസം മുന്നേ നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നോക്കൂ, ഇതിൽ ഡ്രൈവർ പറയുന്നത് ആ സംഭവം ഉണ്ടായതിനു ശേഷം തനിക്ക് 2 ദിവസത്തോളം വണ്ടി ഓടിക്കാൻ സാധിച്ചില്ല എന്നാണ്. അത്രയും നടക്കുന്നത്. അതായത് താൻ കരുതിയത് കുട്ടി അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ കുട്ടി ആ ബസ്സിനടിയിൽ അകപ്പെട്ടു എന്നാണ് താൻ കരുതിയത് എന്നാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കുട്ടി നേരെ റോഡിലേക്ക് ഓടുമ്പോൾ ബസ് ഇത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും കുട്ടി ആ വാഹനത്തിനടിയിൽ പെട്ടു എന്ന് തന്നെ കരുതുന്നു. നിലവിളിച്ചു പോകുന്ന നിമിഷങ്ങളായിരുന്നു. പക്ഷേ എന്തോ ഒരു അത്ഭുതം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വലിയൊരു അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വലിയൊരു രക്ഷപ്പെടലാണ് ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഡ്രൈവറുടെ ആ ഒരു പ്രതികരണം, ഇത് മാതാപിതാക്കൾക്കൊക്കെ ഒരു മുന്നറിയിപ്പാണ്. തീർച്ചയായിട്ടും കുട്ടികൾ അവർക്കത് അറിയില്ല, എങ്ങോട്ട് ഓടണം എങ്ങോട്ട് പോകണം എന്നൊന്നും അവർക്കറിയില്ല. തീർച്ചയായിട്ടും റോഡുകളിലും നിരത്തുകളിലുമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു കൈ എപ്പോഴും കുട്ടികൾക്കൊപ്പം, അത് കൂടെയുള്ളവരുടെ ഒരു കൈ തീർച്ചയായിട്ടും കുട്ടികൾക്കൊപ്പം ഉണ്ടാകണമെന്ന് വിളിച്ച് ഒരിക്കൽ കൂടി മുന്നറിയിപ്പ് നൽകുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കുട്ടികളുള്ള രക്ഷിതാക്കൾ, അതുപോലെ തന്നെ മാതാപിതാക്കൾ, ഉറ്റവരൊക്കെ റോഡിൽ കുട്ടികളുമായി ഇറങ്ങുമ്പോൾ ഈ ഒരു വീഡിയോ അതൊരു വലിയൊരു ഒരു മുന്നറിയിപ്പായിട്ട് മുന്നിൽ നിൽക്കട്ടെ. കുട്ടികളെയൊക്കെ സൂക്ഷിച്ചുകൊള്ളുക. എന്തായാലും തലനാരിഴയ്ക്ക് കുട്ടി രക്ഷപ്പെട്ടു. എപ്പോഴും ഭാഗ്യം നമുക്കൊപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിളിച്ചു വരുത്താതിരിക്കുക അപകടങ്ങൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ആ ഓട്ടോറിക്ഷയിൽ നിന്ന് കുട്ടി ഇറങ്ങിയ ഉടനെ കുട്ടി മുന്നിലേക്ക് ഓടുകയായിരുന്നു, സൈഡിലേക്ക് ഓടുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ഒരുക്കാതിരിക്കുക. എന്തായാലും ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ അമ്മമാരും ഒന്നടങ്കം നെഞ്ചിൽ കൈവച്ച് പോവുകയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. പക്ഷെ ആ കുട്ടി രക്ഷപ്പെട്ടത് അത് വലിയൊരു ആശ്വാസം നൽകുന്നുവെങ്കിൽ പോലും ഒരു നിമിഷത്തെ ഒരു ചങ്കിടിപ്പ്, ഒരു പിടപ്പ്, അതായത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ബസ് ഇടിക്കുമെന്ന ആ ഒരു പ്രതീതി, പക്ഷെ അത് വലിയ രീതിയിലുള്ള ഒരു ചങ്കിടിപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും കുട്ടി രക്ഷപ്പെട്ടു എന്നത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതിൻ്റെ ആശ്വാസത്തിലാണ് ഏവരുമായിരിക്കുന്നത്. കോഴിക്കോടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.